വിളിച്ചായിരുന്നോ? വന്നാട്ടെ. അടുത്ത ടൗണില് എനിക്കറിയാവുന്നൊരു പയ്യനുണ്ട്. പോലീസിൽ കോൺസ്റ്റബിളാ. നല്ല പയ്യനുമാ. ഗായത്രിക്ക് ആ പയ്യൻ നന്നായി ചേരും. നിങ്ങളൊന്ന് വേഗം വാ, നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. ജാതകത്തിലെ ദോഷത്തെക്കുറിച്ചൊക്കെ പറഞ്ഞോ? എല്ലാ കാര്യവും പറഞ്ഞു. അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലാം നന്നായിട്ട് നടക്കും. പിന്നെന്താ, ഗായത്രിയുടെ നല്ല മനസ്സിൽ നല്ലൊരു പയ്യനെ തന്നെ കിട്ടും. അപ്പൊ ആരും ഇവിടെ ഉണ്ടാവില്ല അല്ലേ? ഇത് തന്നെ കറക്റ്റ് സമയം. ഈ ചാൻസ് നഷ്ടപ്പെടുത്തിയ ഗായത്രി അവര് വേറെ ആർക്കെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കും. അത് മാത്രം നടക്കാനേ പാടില്ല. നീയും വേഗം റെഡിയാവുന്നോ? ആ ശരി. போலாம். ഇതിലും നല്ലൊരു അവസരം കിട്ടില്ലടാ. കൈവിട്ട് കളയരുത്. ധൈര്യം സംഭരിച്ചോടാ മഹേഷ്. മഹേഷ്, പുറത്തേക്ക് വാ. പുറത്തേക്ക് വാ മഹേഷ്. നിന്റെ അടുത്ത് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ? ഇങ്ങോട്ട് നോക്കൂ മഹേഷ്. നിന്റെ പ്രശ്നം എന്താ? ഞാനല്ലേ നിനക്ക് വേണ്ടത്. ഇപ്പൊ ഇവിടെ ആരുമില്ല. എന്നെ ഞാൻ തന്നെ നിനക്ക് തരാം, എടുത്തോ. പക്ഷേ കല്യാണം എന്ന വാക്ക് നീ മറന്നു കളയണം. എന്താ മഹേഷ് ആലോചിക്കുന്നത്? മോനെ മഹേഷേ, ധൈര്യം സംഭരിക്കൂ. അത് മാത്രം കളയരുത്. ഇതാണ് അവസരം.
ഇവളെന്താ ഇങ്ങനെ? നേരം എത്രയായി? ഇനി ഇവളിങ്ങനെ വാതിലടച്ച് കാര്യം പറ. അവള് കാര്യങ്ങൾ കേൾക്കുമ്പോ വല്ലാതെ സന്തോഷിക്കും. ഗായത്രി, ഉറങ്ങും പറ്റുവാണോ? ഗായത്രി, ഗായത്രി, ചേട്ടാ, അവളെ വിട്ടേക്കൂ. അവളെ അടിക്കല്ലേ? അവളെ അടിക്കല്ലേ? ചേട്ടാ, അവളെ അടിക്കല്ലേ? വിടൂ, അവളെ വിട്ടേക്കൂ. ചേട്ടാ, അവളെ അടിക്കല്ലേ? അവളെ അടിക്കല്ലേ? ചേട്ടാ, വിടൂ. ഞാൻ പറയുന്നത് കേൾക്ക്. അവളെ അടിക്കല്ലേ? വിടൂല്ല. എന്താ നിങ്ങൾ കാണിക്കുന്നേ? ചേട്ടാ, അവളെ വിട്ടേക്കൂ. അവളെ അടിക്കല്ലേ? ഞാൻ പറയുന്നത് കേൾക്ക്. അവളെ അടിക്കല്ലേ? കൊച്ചിന്റെ ജീവിതമാണ് അത്. അവളെ വിട്ടേക്കൂ. അവളെ അടിക്കല്ലേ? ഞാൻ പറയുന്നത് കേൾക്ക്. അവളെ അടിക്കല്ലേ? അവളെ അടിക്കല്ലേ ഏട്ടാ? ഞാൻ പറയുന്നത് കേൾക്ക്. ഞങ്ങൾക്ക് ആകെ ഒരു മോളേ ഉള്ളൂ. അവളെ അടിക്കല്ലേ? അയ്യോ അയ്യോ ഇവൻ കൊച്ചുകുട്ടിയാ. ഇതിനൊക്കെ കാരണം അവള് തന്നെയായിരിക്കും. അവളെ വെറുതെ വിടരുത്. അവളൊരു വഴിയാക്കണം. ഒന്നും മിണ്ടാതിരിക്കടി. അതെ, നിന്റെ മോനെ ഒന്നും അറിയത്തില്ല, കൊച്ചുകുട്ടിയല്ലേ. കാര്യം അറിയാതെ വെറുതെ കിടന്ന് പിടയ്ക്കരുത്. ഗായത്രി ഒരു നല്ല കൊച്ചാ. അവളെ മരുമോളായിട്ട് അംഗീകരിക്കുന്നതിനെ എനിക്ക് ഒരു വിഷമവും ഇല്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവൻ ചെയ്ത കാര്യമുണ്ടല്ലോ. ചേട്ടാ, അവനെ വിട്ടേക്ക്. ഇനി അവനെ അടിക്കരുത്. നിനക്ക് എന്താടി പറ്റിയത്? അമ്മ എന്നെ ചൂട് വെച്ചതുപോലെ എനിക്ക് വേദനിക്കുന്നില്ല. പക്ഷെ അമ്മന്റെ വാക്കുകൾ കൊണ്ട് കൊല്ലരുത്. നിനക്ക് എന്താ മനസ്സിലാകാത്തത്? നീ എന്തൊരു കാര്യ ചെയ്തിരിക്കുന്നേ? ഇനി നമുക്ക് ഇവിടെ തല ഉയർത്തി നടക്കാൻ പറ്റുമോ? ഇത് പുറത്തറിഞ്ഞ നിന്നെ ആരെങ്കിലും കെട്ടാൻ വരുമോ? അല്ലെങ്കിൽ തന്നെ എന്താ അമ്മ, എന്നെ കല്യാണം കഴിക്കാൻ ആരെങ്കിലും മത്സരിക്കുന്നുണ്ടോ? എന്ന് നീ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചു അല്ലേ? ഇല്ലമ്മ, അങ്ങനെയൊന്നും ഇല്ല. എന്നെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചവര് അവൻ നശിച്ചു പോകാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ അവൻ എന്നെ കൊടുത്തത്. എന്നെ തന്നെ ഞാൻ അവന് നൽകിയത്.